നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ എഫ് ബാഴ്സലോണ അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിടുമ്പോൾ അവരുടെ പ്രതീക്ഷകൾ അത്രയും ലാമിനെ യമാലിലാണ്. അതുകൊണ്ട് തന്നെയാണ് ബാഴ്സലോണ അവനെ ഇങ്ങനെ മുഖമാക്കി വെക്കുന്നതും ഈ കളിക്ക് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അവനെ കൊണ്ടുവന്നതുമെല്ലാം. അപ്പോൾ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 കളി. ആദ്യ പാദത്തിലെ 2-0 തിരിച്ചടിയുണ്ട്. അത് മറികടക്കാൻ യമാലിൻ്റെ നേതൃത്വത്തിൽ ബാഴ്സക്കാവുമോ എന്നതാണ് ചോദ്യം. ഇങ്ങനെ അവനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവനോടൊരു ചോദ്യം ഇന്നലത്തെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങൾ ചോദിച്ചു. ലോകത്തെ ഏറ്റവും മികച്ച താരമാണോ ഇപ്പോൾ നിങ്ങൾ? ആർ യു ദി ബെസ്റ്റ് പ്ലെയർ ഇൻ ദി വേൾഡ്? നിലവിലിപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച താരം നിങ്ങളാണോ? യമാലിൻ്റെ മറുപടി, ഐ ഡോണ്ട് കെയർ. ഞാനതൊന്നും ചിന്തിക്കുന്നേ ഇല്ല. ഇതെനിക്കൊരു വിഷയമല്ല. മികച്ച താരമാവുകയോ ആവാതിരിക്കുക എന്തും ചെയ്യട്ടെ, പക്ഷേ ദിസ് ഡസൻറ്റ് ഗിവ്സ് യു എനി ട്രോഫീസ്. ലോകത്തെ മികച്ച താരമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ട്രോഫീസ് കിട്ടുമോ? ഒരു ട്രോഫീസും അതിലൂടെ നിങ്ങൾക്ക് കിട്ടില്ലല്ലോ. അപ്പം ഞാൻ കെയർ ചെയ്ത ഒരു കാര്യം നാളത്തെ മത്സരത്തിലെ തിരിച്ചുവരവാണ്. ഐ ഓൺലി കെയർ അബൌട്ട് ദി കം ബാക്ക് ടു ബാഡോ. ഇന്നലെ അദ്ദേഹം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് പറയുകയാണ്, നാളത്തെ കളിയിലെ ടീമിൻ്റെ തിരിച്ചുവരവ് മാത്രമാണ് ഞാനിപ്പോൾ കെയർ ചെയ്യുന്നത്. ലോകത്തെ മികച്ച താരമാവുകയോ ആവാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ, ഐ ഡോണ്ട് കെയർ. അതുകൊണ്ടൊന്നും കപ്പ് കിട്ടില്ല എന്നാണ് അവൻ പറയുന്നത്. ഈ സീസണിൽ തന്നെ യുവേഫ ചാമ്പ്യൻസ് ലീഗും വേൾഡ് കപ്പും ഒക്കെ നേടാൻ അവൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവനോട് ചോദ്യം, നിങ്ങളെ മാത്രം ആശ്രയിച്ചാണോ ബാഴ്സയുടെ നാളത്തെ തിരിച്ചുവരവ്? മറുപടി, ഐ ഡോണ്ട് തിങ്ക് ദി കം ബാക്ക് അഗൈൻസ്റ്റ് അത്ലറ്റിക്കോ ഡിപ്പെൻഡ്സ് എൻറ്റയർലി ഓൺ മീ. എന്നെ മാത്രം ആശ്രയിച്ചാണ് ടീമിൻ്റെ തിരിച്ചുവരവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ ഞാനത് ചെയ്യുകയാണെങ്കിൽ, എന്നിലൂടെ അത് സാധിക്കുകയാണെങ്കിൽ, ടീമിനൊരു തിരിച്ചുവരവ് മൊത്തത്തിൽ സാധിക്കുകയാണെങ്കിൽ അത് ഞാൻ മൈൻഡ് ചെയ്യും. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതാണ് എൻ്റെ മനസ്സിൽ എന്നുകൂടി ലാമിനെ യമാൽ പറയുന്നു. 18 വയസ്സിൽ അതീവ പക്വതയോടുകൂടിയാണ് അവനിപ്പോൾ കാര്യങ്ങൾ നേരിടുന്നത് എന്നർത്ഥം. ആ പക്വത ഇന്ന് കളിക്കളത്തിലും കണ്ടാൽ ബാഴ്സക്ക് തിരിച്ചുവരവ് സാധ്യമാവുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.